കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്താളുകളിൽ അപൂർവം ചില നേതാക്കൾ മാത്രമേ തങ്ങളുടെ പോരാട്ട വീര്യം കൊണ്ട് മാത്രം സ്വന്തം സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ആ നിരയിലേക്ക് മാത്യു കുഴൽനാടൻ എന്ന പേര് കൊത്തിവെക്കപ്പെട്ടത് അപ്രതീക്ഷിതമായിരുന്നില്ല. നിയമസഭയുടെ ചരിത്രത്തിൽ ഭരണപക്ഷത്തിന് ഏറ്റവും വലിയ തലവേദനയായ പിണറായി വിജയൻ എന്ന ഉരുക്കുകോട്ടയുടെ കവാടങ്ങളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച ഒരു പ്രതിപക്ഷ ശബ്ദമായി അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് മാറി. CMRL മാസപ്പടി വിവാദത്തിലും എക്സാലോജിക് ഇടപാടുകളിലും അദ്ദേഹം കൊണ്ടുവന്ന ഓരോ തെളിവും ഭരണകൂടത്തിന്റെ അടിവേരുകൾ തോണ്ടുന്നതായിരുന്നു. വെറുമൊരു ആരോപണമല്ല, മറിച്ച് നിയമത്തിന്റെ കരുത്തുറ്റ രേഖകളുമായി ഭരണകൂടത്തിന്റെ മുഖത്തു നോക്കി അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യവും പിണറായി വിജയൻ എന്ന അജയൻ എന്ന് കരുതിയ ഭരണാധികാരിയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു: എന്തുകൊണ്ട് മാത്യു കുഴൽനാടൻ മന്ത്രിസഭയിലില്ല? പലരും അദ്ദേഹത്തിന്റെ അർഹതയെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ അധികാരത്തിന്റെ സുഖശീതളമായ കസേരകളല്ല, മറിച്ച് പ്രതിപക്ഷത്തിന്റെ തീഷ്ണമായ പോരാട്ട വീതിയാണ് തനിക്ക് ചേർന്നത് എന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അധികാര കസേരയിൽ ഒതുങ്ങിപ്പോകേണ്ട ആളല്ല അദ്ദേഹം, മറിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തീരുമാനിക്കാൻ ശേഷിയുള്ളൊരു നേതാവാണ് എന്ന തിരിച്ചറിവാണ് മന്ത്രി പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയത് എങ്കിൽ അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കമായി മാറുകയാണ്. മാത്യു കുഴൽനാടൻ ആണോ അടുത്ത KPCC അധ്യക്ഷൻ? ഈ ചോദ്യമെന്ന് കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കിടയിൽ കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. എക്കാലവും ഒരു ജെന്റിൽമാൻ ഇമേജ് കാത്തുസൂക്ഷിക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും ആക്രമണോത്സുകമായ രാഷ്ട്രീയം പയറ്റാൻ കെൽപ്പുള്ള ഒരാൾ നേതൃത്വത്തിൽ വരണമെന്നും പ്രവർത്തകർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അഴിമതിക്കെതിരെ കോടതി കയറാനും നിയമസഭയിൽ പ്രതിപക്ഷത്തെ നേരിടാനും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കാനും കഴിയുന്ന ഒരു നേതാവ് അധ്യക്ഷ പദവിയിൽ വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മമായിരിക്കും. സഭയ്ക്കകത്ത് പിണറായി വിജയനെ വിറപ്പിച്ച അതേ ആത്മവിശ്വാസം പാർട്ടി പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ ആവേശം പകരാൻ അദ്ദേഹത്തിന് സാധിക്കും. മന്ത്രി പദവി എന്ന ലളിതമായ പദവിയിൽ ഒതുങ്ങേണ്ടതല്ല മാത്യുവിന്റെ രാഷ്ട്രീയ ഭാവി, മറിച്ച് ഒരു സംഘടനയെ മൊത്തത്തിൽ ചലിപ്പിക്കാൻ ശേഷിയുള്ള KPCC അധ്യക്ഷ പദവി തന്നെയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ തട്ടകം. മാത്രമല്ല, മാത്യു കുഴൽനാടൻ എന്നത് ഒരു വ്യക്തി മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രതിഭാസമാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും അദ്ദേഹത്തിന്റെ നിയമ പോരാട്ടങ്ങൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. നിയമജ്ഞൻ എന്ന നിലയിലും മികച്ച വാഗ്മി എന്ന നിലയിലും അദ്ദേഹത്തിനുള്ള കഴിവുകൾ പാർട്ടിയെ ദേശീയ തലത്തിൽ പോലും ഉയർത്തിക്കാട്ടാൻ സഹായിക്കും. യുവതലമുറയെ ആകർഷിക്കാൻ കെൽപ്പുള്ള കൃത്യമായ അജണ്ടകളോടെ പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വമാണ് കോൺഗ്രസ് ഇപ്പോൾ കൊതിക്കുന്നത്. മാത്യുവിന്റെ നേതൃത്വത്തിൽ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അത് കേവലം ഒരു അധ്യക്ഷ പദവി എന്നതിലുപരി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ അതിശക്തമായി നേരിടാനുള്ള ഒരുക്കമായിരിക്കും. അധികാരത്തിന്റെ മധുരത്തേക്കാൾ പോരാട്ടത്തിന്റെ തീഷ്ണതയെ നെഞ്ചിലേറ്റുന്ന മാത്യു കുഴൽനാടൻ അധ്യക്ഷ പദവിയിലെത്തുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു മാസ് എൻട്രി തന്നെയാകും. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ഒരു വലിയ യുദ്ധപ്രഖ്യാപനം നടത്താൻ കോൺഗ്രസിനെ കരുത്തനാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അധികാരത്തിന്റെ തിളക്കമില്ല എങ്കിലും ജനമനസ്സുകളിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഈ പോരാട്ട വീര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയ ആ ശബ്ദം KPCC ആസ്ഥാനത്ത് നിന്നും ഇടിമുഴക്കമായി ഉയർന്നു കേൾക്കാൻ കേരളം കാത്തിരിക്കുകയാണ്. കാലം ആവശ്യപ്പെടുന്ന നേതൃത്വം മാത്യു കുഴൽനാടൻ്റേതാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വരുംകാല കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നൊരു നേതാവാണ് മാത്യു. അഴിമതിക്കെതിരായ പോരാട്ടങ്ങളിൽ ഒരു പടി മുന്നിൽ നിന്ന് നയിക്കാൻ തയ്യാറെടുക്കുന്ന ആ നേതൃത്വ ശൈലി പാർട്ടിയുടെ സമസ്ത മേഖലകളിലും പുതിയൊരു ഉണർവ് കൊണ്ടുവരും എന്നതിൽ സംശയമില്ല. മന്ത്രിസഭയുടെ പുറത്തു നിന്നുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ വിറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്ന എത്രയോ വലിയ നീക്കങ്ങളായിരിക്കും അദ്ദേഹം ആസൂത്രണം ചെയ്യുക എന്ന് കണ്ടു തന്നെ അറിയണം. കേരളം ഉറ്റുനോക്കുന്ന ആ കരുത്തൻ മാറ്റത്തിലേക്ക് പാർട്ടി കടക്കുമോ എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും വലിയ ആകാംക്ഷ. മാത്യു കുഴൽനാടൻ എന്ന പോരാളിയുടെ രാഷ്ട്രീയ യാത്രയിലെ അടുത്ത ഏട് ചരിത്രത്തിന്റെ ഭാഗമാകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ചുരുക്കം.